ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. സൂപ്പർ താരം കിലിയൻ എംബപ്പയ്ക്ക് ഈ സീസണിൽ ഒരു ബുദ്ധിമുട്ടേറിയ തുടക്കമായിരുന്നു ലഭിച്ചിരുന്നത്. റയൽ മാഡ്രിഡിൽ ഗോളടിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു. പക്ഷെ പതിയെ പതിയെ എംബപ്പെ ഇപ്പോൾ ട്രാക്കിലായി വരുന്നുണ്ട്. ലാലിഗയിൽ 9 ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും ഗോളടിക്കാൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇന്റർ കോണ്ടിനെന്റൽ കപ്പിന്റെ ആ ഒരു ഫൈനൽ മത്സരത്തിൽ പാച്ചൂക്കെതിരെ ഒരു ഗോളും ഒരു അസിസ്റ്റും എംബപ്പെ സ്വന്തമാക്കിയിരുന്നു. അറ്റ്ലാന്റക്കെതിരെ അതിനു മുന്നേ നടന്ന മത്സരത്തിൽ ഒരു ഗോൾ നേടി. ജിറോണക്കെതിരെ ഒരു ഗോൾ നേടാൻ എംബപ്പെക്ക് സാധിച്ചിരുന്നു. അങ്ങനെ എംബപ്പെ പതിയെ പതിയെ തന്റെ താളം വീണ്ടെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എംബപ്പയുടെ ആ ഒരു അഡാപ്റ്റേഷൻ പീരിയഡ് അവസാനിച്ചു എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മികച്ച വേർഷന്റെ സൂചനകൾ എംബപ്പെ ഇപ്പോൾ കാണിച്ചു തുടങ്ങി എന്നും ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് ഇംപ്രൂവ് ആവാൻ എംബപ്പയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റയൽ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പയുടെ അഡാപ്റ്റേഷൻ പീരിയഡ് അവസാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മികച്ച വേർഷന്റെ സൂചനകൾ അദ്ദേഹം ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവന് ഇനിയും ഇംപ്രൂവ് ആവാൻ സാധിക്കും. പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം മോട്ടിവേറ്റഡ് ആണ്, വളരെയധികം എക്സൈറ്റഡ് ആണ്. ഈ സമയമായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം. എല്ലാവർക്കും ഇത്തരത്തിലുള്ള സമയം ആവശ്യമാണ്. എന്നാൽ അതിപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇതാണ് എംബപ്പയെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ സെവിയ്യയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:45 ഈ ഒരു മത്സരം നടക്കുക. റയലിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. കിലിയൻ എംബപ്പെ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.